ഹായ് വെൽക്കം ടു എജോബിൾസ് ലേണിംഗ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേട്ടറ്റ് എക്സാം വരികയാണ്. നമ്മൾ അവസാന സമയത്താണ് നമ്മൾ പഠനം കുറച്ചുകൂടി ഊർജിതമായി ചെയ്യാറുള്ളത്. മാത്രമല്ല എക്സാമിൽ നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്ന ഭാഗം അത് സൈക്കോളജിയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി സബ്ജക്റ്റിൽ നമ്മൾ പുലികളാണെങ്കിലും സൈക്കോളജി ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലം നോക്കാത്തതായിരിക്കും. ചിലപ്പോൾ നോക്കിയാൽ തന്നെ നമ്മൾ കണ്ടൻ്റൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ MCQവിൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം PYQ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ അത്രത്തോളം എക്സാമിൽ മാർക്ക് വാങ്ങാം. ഒരു 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പരമാവധി ഒരു 25-ന് മുകളിൽ മാർക്ക് ലഭിച്ചാൽ തീർച്ചയായും നമുക്ക് കേട്ടറ്റ് എക്സാമിന് നല്ലൊരു റിസൾട്ടോടെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാസ്സാവാം. ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് വർഷം എഴുതിയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേട്ടറ്റ് എക്സാം വിജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിഹാരം നമ്മൾ ഏറ്റവും കൂടുതൽ PYQ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, PYQസിൻ്റെ ഒരു സെഷൻസ് ആണ്. തീർച്ചയായും നിങ്ങളത് എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്ലിയർ കുറവുണ്ട്, നമുക്കത് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടുതരാം. കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത്. In order to find out learning deficiencies and difficulties of the learner, we can adopt. അപ്പോൾ ഒരു കുട്ടിയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ എന്തൊക്കെ രീതികൾ നമുക്ക് സ്വീകരിക്കാം? പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, അതായത് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, അതുപോലെ സമ്മേറ്റീവ് ഇവാലുവേഷൻ, നൺ ഓഫ് ദി അബോവ്. നമ്മൾ ഇതിലേത് രീതിയാണ് കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാവാൻ ഉപയോഗിക്കുക? ഉത്തരം ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം അല്ലേ, അതായത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഇതിൽ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, കുട്ടിക്ക് അല്ലേ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവാലുവേഷൻ നടക്കുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. സമ്മേറ്റീവ് അല്ലേ, കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് ഫോമറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ കുട്ടികളുടെ എൻഡ് പ്രോസസ്സാണ് എന്ത്, സമ്മേറ്റീവ്. നമുക്കറിയാം ഒരു ഇവാലുവേഷൻ്റെ എൻഡ് പ്രോസസ്സ്. ഇപ്പോൾ ഒരു ടേം എക്സാം ഒക്കെ നടക്കും, ഒരു വർഷം കഴിഞ്ഞ് അതിൻ്റെ എക്സാം നടക്കുമ്പോൾ നമുക്കതിന് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയാം. ഇതിൻ്റെ കൂടെയുള്ളതാണ് എന്ത്, ഫോമറ്റീവ് ഇവാലുവേഷൻ അല്ലെ. ഫോമറ്റീവ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് മൂല്യനിർണ്ണയം നടത്തി കുട്ടിയുടെ പഠന പുരോഗതി മനസ്സിലാക്കുന്നതിനാണ് ഫോമറ്റീവ് എന്ന് പറയാം. ഫോമറ്റീവ് ഇവാലുവേഷന് മറ്റൊരു പേരും കൂടി ഉണ്ട്, CCA, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഈ ഇവാലുവേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട്, അതായത് PWD ആക്ട് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 1996, 1986, 1976, 2006. ഏതാണ്? 1996ലാണ് ഈ ആക്ട് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങൾ, അതായത് ദ സെൻട്രൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താണ്? എന്തായിരിക്കും? അനുഭവത്തിലൂടെയുള്ള പഠനം, പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, Aയും Bയും ഇവയൊന്നുമല്ല. അതായത് ലേണർ സെൻറ്റേർഡായ എഡ്യൂക്കേഷൻ ആണെങ്കിൽ കുട്ടികളുടെ ലേണിംഗ് ബൈ ലിവിങ് അല്ലേ, അവരുടെ എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് കൊടുക്കണം. അതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ്, പ്രവർത്തനവും കുട്ടികൾക്ക് ആവശ്യമാണ്. ബോത്ത് A ആൻഡ് അല്ലേ B, അതാണ് ഉത്തരം വരിക, ഓപ്ഷൻ C. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ പ്രതിഭാധനനായ കുട്ടിയേത്? ഹു എമോങ് ദ ഫോളോവിങ് ചൈൽഡ് ഈസ് ഗിഫ്റ്റഡ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഫുള്ളില്ലെങ്കിലും ഗിഫ്റ്റഡ് ചൈൽഡ് ആരാണ്? അതെ, പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അമൃത ഫൈൻഡ്സ് ദ അസൈൻമെൻറ്റ് ഗിവൻ ടു ഹെർ ഈസ് ടു ഡിഫിക്കൽട്ട്. ജ്യോതിക്ക് പഠിക്കുവാനുള്ള അഭിപ്രേരണക്കുറവാണ്. ജ്യോതി ലാക്സ് മോട്ടിവേഷൻ ടു ലേൺ. നന്നായി പഠിക്കുവാനാകും എന്ന വിശ്വാസം നസ്മിയക്കില്ല. നസ്മിയ നോ ലോങ്ങർ ബിലീവ്സ് ദാറ്റ് ഷീ കുഡ് ലേൺ ബെറ്റർ. വളരെയധികം ജിജ്ഞാസയുള്ളതും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളുമാണ് ആഷ്ന. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിൽ ഏതുത്തരമാണ്? ഗിഫ്റ്റഡ് ചൈൽഡ് കേട്ടോ, ഗിഫ്റ്റഡ് ചൈൽഡ്.
ഏതുത്തരായിരിക്കും ഒരു ഗിഫ്റ്റഡ് ചൈൽഡ് അല്ലേ? പ്രതിഭാധനനായ കുട്ടികളുടെ പ്രത്യേകത ഇതിലാർക്കുള്ളത്? വളരെയധികം ജിജ്ഞാസയുള്ളതും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുമാണ് ആഷ്ന. ഇവിടെ ആ കുട്ടിക്ക് നോക്കൂ, വളരെയധികം ജിജ്ഞാസ അല്ലേ, എക്സ്ട്രീംലി ഇൻക്വിസിറ്റീവ് ആൻഡ് ക്വിക്ക് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ പ്രത്യേകതയല്ലേ, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവില്ലേ? അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള തിയറികൾ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് പഠിക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. വികസനം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പരസ്പര പ്രവർത്തനത്തിൻ്റെ തുകയാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ശരിയാണ് അല്ലേ? എൻവയോൺമെൻറ്റിൻ്റെയും ഹെറിഡിറ്റിയുടെയും പരസ്പര സാഹചര്യം അല്ലേ, ഒരു ഈ ഇൻ്റർ റിലേഷനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ത്? വികാസം. വികസനം തുടർച്ചയായതും ക്രമാനുഗതവുമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ പ്രോസസ്. അതും ശരിയാണ്, കണ്ടിന്യൂസ് ആണ് ഡെവലപ്മെൻറ്റ്, അത് ഗ്രാജുവലായിട്ട് ക്രമേണ ഇങ്ങനെ നടക്കുന്നതാണ്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നടക്കുന്നു. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. വികസനം പ്രവചിക്കുവാൻ സാധിക്കും. ഡെവലപ്മെൻറ്റ് ഈസ് പ്രിഡിക്റ്റബിൾ. ഇതിലേതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. വികസനം സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് നടക്കുന്നു. ഇത് തെറ്റാണ്. കാരണം എന്താ? ഒരു കുട്ടി വികാസ പ്രക്രിയയിൽ ഒരു കുട്ടി 2 കൈ കൊണ്ട് എടുക്കാൻ പഠിച്ചതിന് ശേഷം വിരൽ കൊണ്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ 2 കൈ എന്നുള്ളത് ഒരു എന്താണ്? പാർട്ടിക്കുലർ ആണോ ജനറൽ ആണോ? അപ്പോൾ ജനറലായൊരു കാര്യം, ജനറൽ പൊതുവായ അതിൽ നിന്നാണ് സ്പെസിഫിക് ആയതിലേക്ക് പോകുന്നത്. ഇതാണ് ശരിയായത്. അപ്പോൾ പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്നാണ് വേണ്ടത്. ഇവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. ജനറൽ ടു സ്പെസിഫിക് എന്നാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തത്. അധിക എക്സാമിന് ചോദിക്കുന്നതാണ് സമായോജന അല്ലേ. വിച്ച് എമോങ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെൽ അഡ്ജസ്റ്റഡ് പേഴ്സൺ അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റും മാൽ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ, അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ സ്വഭാവമല്ലാത്ത, അവർക്ക് അവരുടെ കഴിവുകേടും തിരിച്ചറിയുവാനാകും. ദേ നോ ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. ദേ ഹാവ് ഇനാഡിക്വേറ്റ് ലെവൽ ഓഫ് ആസ്പിറേഷൻ. ഇനാഡിക്വേറ്റ് കേട്ടോ. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാകും. ദെയർ ബേസിക് നീഡ്സ് ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല. ദേ ഡസ് നോട്ട് പോസസ് ക്രിട്ടിക്കൽ ഓർ ഫോൾട്ട് ഫൈൻഡിങ്. ഉത്തരം ഏതാണ്? ഒരു അഡ്ജസ്റ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും? അവർക്ക് അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കുമോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. അതല്ലെങ്കിൽ ദേ ഹാവ് ഇനാഡിക്വേറ്റ് ലെവൽ ഓഫ് ആസ്പിറേഷൻ. അപ്പോൾ ഒരു അഡ്ജസ്റ്റഡ് ആണെങ്കിൽ ആഗ്രഹങ്ങൾക്കും എന്തുണ്ടാവും? ഒരു പര്യാപ്തമായ രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരത് ആവശ്യമല്ലേ പര്യാപ്തമാക്കിയെടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത്. ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. വിച്ച് എമോങ് ദ ഫോളോവിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗിവൺ ബൈ ഗാർഡനർ? ഏതായിരിക്കും? ജനറൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, ബോഡിലി കിനസ്തറ്റിക് ഇൻ്റലിജൻസ്. ഏതായിരിക്കും പെടാത്തത്? ജനറൽ ഇൻ്റലിജൻസ് അല്ലേ, പൊതുവായ ബുദ്ധി. അപ്പോൾ ഗാർഡനർ പറയുന്ന, ഹവാർഡ് ഗാർഡനറുടെ മ്യൂസിക്കൽ, നാച്ചുറലിസ്റ്റിക്, ബോഡിലി കിനസ്തറ്റിക് അല്ലേ, അങ്ങനെയുള്ള ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവായ ബുദ്ധി ഏതിൽ വരുന്നതാ? സ്പിയർമാൻ. നിങ്ങൾക്കറിയാം സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി ഉണ്ട്. സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി അതിൽപ്പെട്ടതാണ് എന്ത്? ഈ പൊതുബുദ്ധി 2 ഫാക്ടർ. അതിൽ ഒരു ജനറൽ ഇൻ്റലിജൻസും ഉണ്ട്, സ്പെസിഫിക് ഇൻ്റലിജൻസും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറന്നു പോകരുത്. ജനറൽ ഇൻ്റലിജൻസ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത്. ഇഫ് ആൻ അസസ്മെൻറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു മെഷർ, then that assessment reliable, valid, unreliable, invalid. അതായത് നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് ആ അസസ്മെൻറ്റിലൂടെ ഒരു കാര്യം ഉദ്ദേശിക്കും. എന്ത് ലഭിക്കണം കുട്ടിയിൽ നിന്ന്, എന്ത് മനസ്സിലാക്കണം, അത് ആ മൂല്യനിർണ്ണയം അളക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു?
അതിന് പറയുന്ന പേരാണെന്ത്? വാലിഡ്. എന്താണ് പറയുക? വാലിഡ്, അതല്ലെങ്കിൽ സാധുവായത്. അടുത്ത ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായ പ്രയാസം. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എ പെർസിസ്റ്റന്റ് ക്രോണിക് കണ്ടീഷൻ ഇൻ വിച്ച് റീഡിംഗ് എബിലിറ്റി ലാക്സ് ബിഹൈൻഡ് ദാറ്റ് ഓഫ് നോർമൽ ഇൻഡിവിജ്വൽസ് ഈസ് നോൺ ആസ്. അതായത് റീഡിംഗ് എബിലിറ്റിയിലുള്ള ഡിഫിക്കൽട്ടാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഏതാണ്? ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്ഫ്രാസിയ. ഏതാണ് വരുന്നത്? ഉത്തരം ഡിസ്ലെക്സിയാണ്. വായനാ വൈകല്യം അല്ലെങ്കിൽ ഭാഷാപരമായ വൈകല്യം അല്ലേ. റീഡിങ്, അതുപോലെ ലാംഗ്വേജ്, ഈ രണ്ട് രീതിയിലുള്ള വൈകല്യങ്ങളാണ് ഇതിലുള്ളത്. മറ്റുള്ളവ നോക്കൂ. ഡിസ്കാൽക്കുലിയ മാത്സിലുള്ള പ്രശ്നങ്ങളാണ്. ഡിസ്ഗ്രാഫിയ റൈറ്റിങ്ങിലുള്ള പ്രശ്നമാണ്. ഡിസ്ഫ്രാസിയ മോട്ടോർ കോർഡിനേഷനിലുള്ള വരുന്ന പ്രശ്നങ്ങളാണ് എന്ത്? ഈ കോർഡിനേഷൻ കേട്ടോ. ക്ലിയർ? ഇതിലുള്ള ഈ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം. പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷണലിസ്റ്റ് ബിലീവ് ദാറ്റ് ചിൽഡ്രൻ ലേൺ. അപ്പോൾ പുതിയ പ്രോഗ്രസീവ് എഡ്യൂക്കേഷണലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റിലാണ്, മത്സരത്തിലൂടെയാണ്, കോമ്പറ്റീഷൻ, സമൂഹമായിട്ടാണ്, കമ്മ്യൂണിറ്റിയാണ്, നൺ ഓഫ് ദി എബവ്. ഏതാണ് ഉത്തരം? കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്? കുട്ടികൾ സമൂഹമായിട്ടാണ് പഠിക്കുന്നത് അല്ലേ. നമ്മൾ സോഷ്യോ കൾച്ചറൽ തിയറി ഒക്കെ പഠിച്ചിട്ടില്ലേ. ഒരിക്കലും കുട്ടികൾ എന്ത് ചെയ്യില്ല, ഒറ്റപ്പെട്ട രീതിയിലൊന്നും പഠിക്കില്ല. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കൂ. കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ ഏത് മൂല്യനിർണ്ണയ രീതിയാണ് സ്വീകരിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു പഠന പുരോഗതി അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് കുട്ടികളുടെ പഠന പുരോഗതി. ആസ് എ ടീച്ചർ വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ യു വുഡ് ചൂസ് ടു മോണിറ്റർ പ്രോഗ്രസ് ഓഫ് ലേണിംഗ് ഓഫ് ദ സ്റ്റുഡൻറ്റ്? അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഏതാണ് ഉത്തരം? ഫോർമേറ്റീവ് മൂല്യനിർണ്ണയം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ മറ്റുള്ള മൂന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടി മനസ്സിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പാവ്ലോവിൻ്റെ പദരാണികാനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് മുമ്പ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നത്. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻ പാവ്ലോവ്സ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ബിഫോർ കണ്ടീഷനിങ് മീറ്റ് ഗിവൺ ടു ദ ഡോഗ് ഈസ്. അതായത് പാവ്ലോവിൻ്റെ കണ്ടീഷനിങ് തിയറിയിൽ ഒരു നായക്ക് കണ്ടീഷൻ ചെയ്തതിന് ശേഷം മീറ്റ് കൊടുക്കുന്നുണ്ട്, അതിന് മുമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ ചെയ്തതിന് മുമ്പ് കൊടുക്കുന്ന മീറ്റിന് അതിനൊരു പേര് പറയും അല്ലേ. കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണോ, കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണോ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നാണോ, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണോ? അപ്പോൾ മനസ്സിലാക്കുക, കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കുന്ന മീറ്റിന് പറയുന്നത് സ്റ്റിമുലസ്, അൺകണ്ടീഷനഡ് സ്റ്റിമുലസ് എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ പട്ടിക്ക് ഒരു മീറ്റ് കൊടുക്കുമ്പോൾ പട്ടീൻ്റെ വായിൽ നിന്ന് ഉമിനീരുണ്ടാവും. അതിന് നമ്മൾ എന്ത് പേര് പറഞ്ഞു? അൺകണ്ടീഷനഡ് റെസ്പോൺസ് എന്നും പറഞ്ഞു. പിന്നീട് കണ്ടീഷൻ ചെയ്തിട്ട് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അങ്ങനെ പിന്നീട് കണ്ടീഷൻ ചെയ്ത സ്റ്റിമുലസിന് റെസ്പോൺസ് കിട്ടുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നു? കണ്ടീഷനഡ് റെസ്പോൺസ് എന്നും പറയുന്നു.